ഇദ്ദേഹത്തിന് ഈ ക്രൈസ്തവ വിശ്വാസമല്ല ശരി, ഇസ്ലാം വിശ്വാസമാണ് ശരി എന്ന് തോന്നിയിരുന്നെങ്കിൽ അങ്ങോട്ട് പോകാമായിരുന്നില്ലേ? കത്തോലിക്ക സഭയുടെ ചോർത്തുനിന്ന് വളർന്നവൻ ചോറിവിടെയും കൂറവിടെയും എന്ന രീതിയിൽ പെരുമാറുന്നത് വഞ്ചനയല്ലേ? ഇതുപോലുള്ള പിശാചുക്കൾ ഇതിനു മുൻപും സഭയിലുണ്ടായിരുന്നു. ഹായ് പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ യേശുവും ഖുറാനിലുള്ള ഈസയും ഒരേ ആളാണോ അതോ വ്യത്യസ്തരായ വ്യക്തികളാണോ എന്നത് സംബന്ധിച്ച് ഒരു സംവാദം നടന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അനിൽകുമാർ അയ്യപ്പനും രാഹുൽ ഈശ്വറും തമ്മിലുള്ള സംവാദമാണല്ലോ നടന്നത്. ഈ സംവാദത്തിന് ശേഷം ആരാണ് ജയിച്ചത് എന്നത് വിവാദം തീരുന്നില്ല. സംവാദത്തിൽ കണ്ടീഷനായി ആദ്യമേ പറഞ്ഞ് പരസ്പരം ഒപ്പിട്ട എഗ്രിമെൻ്റ് എല്ലാം ലംഘിച്ചുകൊണ്ട് സംവാദത്തിന് ശേഷം ഒരു മര്യാദയും ഇല്ലാത്ത രീതിയിൽ വളരെ തെറ്റായ പ്രവൃത്തികൾ രാഹുൽ ചെയ്തു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അത്തരം തരംതാണ ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഈ വിഷയത്തിൽ സംവാദം നടത്തേണ്ടത് യഥാർത്ഥത്തിൽ ഖുറാൻ പണ്ഡിതന്മാരാണ് നടത്തേണ്ടത്. ഖുറാൻ പണ്ഡിതനല്ലാത്ത, ഒരു ഇസ്ലാം ആക്ടിവിസ്റ്റ് അല്ലാത്ത, ഹിന്ദു ആക്ടിവിസ്റ്റാണ് താനെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സംവാദം നടത്തുന്ന വ്യക്തിക്ക് അതിനാൽ തന്നെ ഈ വിഷയത്തിൽ സംവാദം നടത്താനുള്ള യോഗ്യതയില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വെറുതെ ചായക്കടയിൽ നിന്ന് ആരെങ്കിലും ചർച്ച ചെയ്യുന്നത് പോലെയല്ല. ആധികാരികമായി മുസ്ലിം പ്രതിനിധിയായിട്ടാണ് ചർച്ച ചെയ്യേണ്ടതെങ്കിൽ രാഹുൽ അതിനൊട്ടും യോഗ്യനല്ല. രാഹുൽ ഹിന്ദു ആക്ടിവിസ്റ്റാണ്. സംവാദത്തിന് മുമ്പുള്ള എഗ്രിമെൻറ്റിന് വിരുദ്ധമായി രാഹുൽ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത വീഡിയോകളൊക്കെ മുസ്ലിങ്ങൾ ഒത്തിരിയേറെ പ്രചരിപ്പിക്കുന്നുണ്ട്. നോക്കണമേ, ഇസ്ലാമിസ്റ്റുകളിൽ എത്രയോ പാപ്പരത്തമാണ് കാണുന്നത്. ഇസ്ലാം വിശ്വാസമനുസരിച്ച് ഇസ്ലാമിക പ്രബോധനങ്ങൾ ഹദീസിലോ ഖുറാനിലോ പറയുന്ന വാക്കുകളനുസരിച്ച് നോക്കിയാൽ രാഹുൽ കാഫറാണ്. രാഹുൽ നരകത്തിൽ വിറക് പോലെ കത്തേണ്ട ആളാണ്. നരകത്തിൽ വിറക് പോലെ കത്തിക്കപ്പെടേണ്ടുന്ന കാഫിറായ ഒരാളാണ് രാഹുൽ എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവരുടെ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ്. അമ്പലത്തിൽ പോകുന്നവനും വിഗ്രഹാരാധനവുമാണ്. ആ അർത്ഥത്തിൽ വിഗ്രഹാരാധകർക്കുള്ള ശിക്ഷയെക്കുറിച്ച് മുസ്ലിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്ന ഒക്കെ രാഹുലിനെ ബാധിക്കുമെങ്കിൽ അങ്ങനെയുള്ള രാഹുലിനെ ഇസ്ലാമിന് വേണ്ടി മുന്നിൽ നിർത്തിയതും ശരിയായില്ല. ഇനി ആരും നിർത്തിയതല്ല, കയറി നിന്നതാണെങ്കിൽ തന്നെയും രാഹുലിൻ്റെ വാക്കുകൾ എടുത്തുകൊണ്ട് അവർ ആഘോഷിക്കുന്നത് വളരെ വിവരമില്ലായ്മയെ അത്ര പാപ്പരത്തമാണ് കാണിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ ശരിയായ ഇസ്ലാം അല്ലാത്ത ഒരാൾ ഇസ്ലാമിന് വേണ്ടി വാദിക്കുന്നത് വിലയുള്ള കാര്യമല്ല. അതിനൊന്നും നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ട കാര്യമില്ല. പറഞ്ഞു ഈ വിഷയത്തെക്കുറിച്ച് ഒരു വ്യക്തിയാണോ രണ്ട് വ്യക്തിയാണോ എന്ന വിഷയത്തെക്കുറിച്ച് ഉള്ള ഈ സംവാദത്തിൻ്റെ പോയിന്റിലേക്ക് നമുക്ക് വന്നാൽ മനസ്സിലാക്കേണ്ടത്, രാഹുൽ പലയാവർത്തി പറഞ്ഞതാണ് സംവാദം വാദിച്ച് ജയിക്കാനോ തോൽപ്പിക്കാനോ അല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നൊരു തത്വം രാഹുൽ പറയുന്നുണ്ട്. എങ്കിൽ ഖുറാനിൽ പറയുന്ന ഈസാണ് ഏത് കാലഘട്ടത്തിൽ ജനിച്ചു ജീവിച്ചു എന്നതും ബൈബിളിൽ പറയുന്ന യേശു ഏത് കാലഘട്ടത്തിൽ ജനിച്ചു എന്ന ചരിത്രവും കുരിശിൽ മരിച്ചോ ഇല്ലയോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള നിരവധി വ്യത്യസ്തമായ വിഷയങ്ങൾ അവിടെ കണ്ടിട്ടും കേട്ടിട്ടും ചർച്ച ചെയ്തിട്ടും അതൊന്നും അംഗീകരിക്കാതെ സംവാദത്തിന് മുമ്പുള്ള അതേ നിലയിൽ രാഹുൽ തുടരുന്നു എന്നത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. വാദിക്കാനും തോൽപ്പിക്കാനും മാത്രമാണ് രാഹുലിൻ്റെ സംവാദം എന്നതിന് തെളിവാണ് ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നത്. കാരണം ചരിത്രപരമായി അത്രയ്ക്ക് വ്യത്യാസമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. എത്രയോ നൂറ്റാണ്ടുകളുടെ വ്യത്യാസത്തിനാണ് ജനനം. 2-3 തലമുറ വ്യത്യാസത്തിലല്ല, നിരവധി നൂറ്റാണ്ടുകളുടെ വ്യത്യാസത്തിൽ ജനനം എന്ന് പറയപ്പെടുന്നതും ഒന്ന് ചരിത്രപരമായ യാഥാർത്ഥ്യം ഏത് കാലഘട്ടത്തിൽ എന്നത് കൃത്യമായ യാഥാർത്ഥ്യം ബൈബിളിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നതും എന്നാൽ ചരിത്രപരമായ കാലഘട്ടവുമായി യാതൊരു ബന്ധവും പറയാതെയുള്ള യാതൊരു പരസ്പര ബന്ധവുമില്ലാത്ത വളരെ അബദ്ധജടിലമായ ഈസായുടെ ജനനത്തെക്കുറിച്ച് പറയുന്നതും കണ്ടിട്ടും കേട്ടിട്ടും അറിയാനും അറിയിക്കാനുമാണ് സംവാദമെന്ന് പറയുന്ന രാഹുൽ അത് അറിഞ്ഞിട്ടും അത് അംഗീകരിക്കാത്തത് വാദിക്കാനും തോൽപ്പിക്കാനും മാത്രമാണ് സംവാദത്തിന് പോയത് എന്നത് വ്യക്തമാവുന്നുണ്ട്. അവർക്ക് തർക്കിക്കാം തോൽപ്പിക്കാം ഒക്കെ ചെയ്യാം, പക്ഷേ തർക്കിക്കാനും തോൽപ്പിക്കാനും അല്ല, അറിയാനും അറിയിക്കാനുമാണെന്ന് രാഹുൽ പറയുന്നിടത്താണ് ഈ ഒരു തെറ്റ്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക്, ഗൗരവമായ വിഷയത്തിലേക്ക് വരാം. രാഹുൽ പറഞ്ഞത് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നു യേശുവും ഈസായും ഒരാൾ തന്നെയാണെന്ന് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നു. സെക്കൻഡ് വത്തിക്കാൻ രേഖകളിലുണ്ടെങ്കിൽ നിരവധി സഭാരേഖകളിലൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഒന്നാമതേ വാദത്തിന് വേണ്ടിയുള്ള സംവാദത്തിന് വേണ്ടിയുള്ള എഗ്രിമെൻറ്റിൽ പരസ്പരം ഒപ്പിട്ട് കൈമാറിയതാണ്. ഖുറാനും ഹദീസും ബൈബിളും മാത്രമാണ് ചർച്ച ചെയ്യപ്പെടേണ്ട ആധികാരിക രേഖ എന്ന് പറഞ്ഞതാണ്. അതും ലംഘിച്ചുകൊണ്ടാണ് അതുമായി യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇനി ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച്, കത്തോലിക്കരെ സംബന്ധിച്ച് ഇതറിഞ്ഞപ്പോൾ മുതലുണ്ടായ ഒരു ചിന്ത ഇതാണ്: വത്തിക്കാൻ രേഖകളിലും മാർപ്പാപ്പ പ്രഖ്യാപിച്ച രേഖകളിലും ഈ രണ്ടും ഒന്ന് തന്നെയാണ്, യേശുവും ഈസായും ഒന്ന് തന്നെയാണെന്ന് ഉണ്ടോ, അത് രാഹുൽ വെറുതെ പറഞ്ഞതാണോ എന്ന് ചിന്തകൾ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വലിയ തെറ്റല്ലേ? എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? ആ തെറ്റ് തിരുത്തണ്ടേ? ആധികാരികമായി മാർപ്പാപ്പയും വത്തിക്കാനും പറയുന്നതല്ലേ ശരി, നമ്മുടെ ഇവിടുത്തെ ലോക്കൽ പണ്ഡിതർ പറയുന്നതല്ലല്ലോ കാര്യം എന്നും ചിന്തിക്കുന്നു. ഇങ്ങനെ ചിന്താക്കുഴപ്പത്തിലായ കത്തോലിക്കർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ സംസാരിക്കുന്നത്. അവർക്ക് അതിൻ്റെ കാര്യം മനസ്സിലാക്കാൻ തേലക്കാട്ട് അച്ഛൻ്റെ, എറണാകുളം രൂപതയുടെ പോൾ തേലക്കാട്ട് അച്ഛൻ്റെ ഒരു വീഡിയോയുടെ ഭാഗം ഒന്ന് കാണുക. പറയാം. കത്തോലിക്ക പള്ളിയിൽ ഭരണം നടത്തുന്ന അച്ഛന്മാർ
അതിലൊരാൾ പറഞ്ഞു, തേലക്കാട്ടച്ഛൻ നിരന്തരമായി മുസ്ലിങ്ങളുടെ മീറ്റിങ്ങിൽ പോകുന്നു, അത്ര നല്ലതല്ല അച്ഛൻ പോകരുത്. ഞാനൊന്നും പറഞ്ഞില്ല. വേറെ അച്ഛൻ പറഞ്ഞു, അല്ല അച്ഛൻ പോകരുത്. 3 അച്ഛന്മാർ പോകരുത് എന്ന് എന്നോട് പറഞ്ഞു. രണ്ടാമത്തെ സുനദോസ് എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ മേലധികാരം എല്ലാം ചേർന്ന് നടന്ന ആഗോള സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ മറ്റു മതങ്ങളെക്കുറിച്ച് പ്രമാണരേഖയുണ്ട്. ആ പ്രമാണരേഖയുടെ 3ാമത്തെ ഖണ്ഡിക തുടങ്ങുന്നത് ദ ചർച്ച് റിഗാർഡ്സ് വിത്ത് എസ്റ്റീം ദ മുസ്ലിംസ്. നമ്മോട് വായിക്കുകയാണ്, ദ ചർച്ച് റിഗാർഡ്സ് വിത്ത് എസ്റ്റീം ദ മുസ്ലിംസ്. കേട്ടല്ലോ. നാം പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അച്ഛൻ ഒരു മതത്തിന്റെ പുരോഹിതനാണല്ലോ. ക്രൈസ്തവ വിശ്വാസത്തെ ആക്രമിക്കുകയും ക്രൈസ്തവ വിശ്വാസം വികലമാണെന്നും തെറ്റാണെന്നും ക്രൈസ്തവർ നരകത്തിൽ പോകുമെന്നും പറയുന്ന മറ്റൊരു മതമല്ല ഇസ്ലാം. ഇദ്ദേഹത്തിന് ഈ ക്രൈസ്തവ വിശ്വാസമല്ല ശരി, ഇസ്ലാം വിശ്വാസമാണ് ശരി എന്ന് തോന്നിയിരുന്നെങ്കിൽ അങ്ങോട്ട് പോകാമായിരുന്നില്ലേ? മതപരമായ ആശയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്ന് പോരാടേണ്ട വ്യക്തിയല്ലേ? ഇന്നുവരെ വേറൊരു തൊഴിലും ചെയ്യാതെ കത്തോലിക്ക സഭയുടെ ചോർത്തുനിന്ന് വളർന്നവൻ ചോറിവിടെയും കൂറവിടെയും എന്ന രീതിയിൽ പെരുമാറുന്നത് വഞ്ചനയല്ലേ? എപ്പോൾ ക്രൈസ്തവ വിശ്വാസം ശരിയെല്ലാം തോന്നിയോ, എപ്പോൾ മറ്റൊരു മതവിശ്വാസം ശ്രേഷ്ഠമാണെന്ന് തോന്നിയോ അപ്പോൾ പോകാവുന്നതല്ലേ? അവിടെ പോകാതെ ഇവിടെ നിൽക്കുന്നത് അനേക വിശ്വാസികളെ വഴിതെറ്റിച്ച് ഇസ്ലാമാക്കാൻ എളുപ്പമുണ്ട് എന്നതുകൊണ്ടും അവരുടെ കാശും പറ്റി സഭ നൽകുന്ന ബഹുമാനവും സുഖസൗകര്യങ്ങളുമൊക്കെ അനുഭവിച്ച് ജീവിക്കുകയും ചെയ്യാമെന്ന കുടില ബുദ്ധിയാണ്, പൈശാചിക തന്ത്രമാണ് എന്ന് മനസ്സിലാക്കണം. ഇതുപോലെയുള്ള പിശാചുക്കൾ ഇതിനു മുൻപും സഭയിൽ ഉണ്ടായിരുന്നു. സെക്കൻഡ് വെത്തിക്കാൻ കൗൺസിൽ നടക്കുന്ന കാലഘട്ടത്തിലും അതിന് മുൻപുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാർപ്പാപ്പയുടെ സെക്രട്ടറിമാരായിട്ടും ഉപദേശകന്മാരായിട്ടും ഉണ്ടായിട്ടുണ്ട്. സഭയുടെ സെമിനാറുകളിൽ പ്രൊഫസർമാരായും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാലങ്ങളിലും ഉണ്ട്. സെക്കൻഡ് വെത്തിക്കാൻ നടക്കുന്ന കാലത്ത് ഈ അച്ഛൻ അവിടെ കാര്യങ്ങൾ നടത്താൻ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇത് എഴുതി വെക്കുകയില്ലേ? ഈ അച്ഛൻ അന്ന് ചുമതല ഇതുപോലെ ഒറ്റുകാർ അന്നും ഉണ്ടായിരുന്നു, അവർ ചെയ്ത പണിയാണ്. ഇനി അവിടെ മാത്രമല്ലല്ലോ, ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർ ഒരാൾ പോലും ഒറ്റുകാരനായിരുന്നില്ലേ? അപ്പസ്തോലിക പിന്തുടർച്ച എന്ന് പറയും പോലെ ഒറ്റുകാരൻ്റെ പിന്തുടർച്ചയും സഭയിൽ ഇങ്ങനെ ഉണ്ട് എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഉന്നതങ്ങളിലേക്ക് അവർ കയറിക്കൂടിയിട്ടുണ്ട്, ഇങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനുണ്ട്. എന്നാൽ സഭയുടെ പ്രബോധനങ്ങളായി ഇത് മാത്രമല്ല മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ അൽഫോൻസ് ലിഗോരിയും നിരവധി വിശുദ്ധരും ഈ സെക്കൻഡ് വെത്തിക്കാൻ കൗൺസിൽ നടക്കുന്നതിന് മുൻപേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇസ്ലാമികത ക്രൈസ്തവ വിരുദ്ധമാണെന്നും ചരിത്രപരമായ ബന്ധമില്ലെന്നും അത് ജഡിക സംതൃപ്തിക്ക് വേണ്ടിയുള്ളതാണ്, തിന്മയാണെന്നും അതിന് പിന്നിലുള്ള ദുഷ്ടാരൂപി സ്വാധീനവുമൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എത്ര പേരാണ്, പ്രത്യേകിച്ച് കുരിശുദ്ധത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്ന അനവധി വിശുദ്ധരാണ് ഇത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വിശദാംശം മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെ നിരവധി വിശുദ്ധർ പ്രഖ്യാപിച്ചത് സഭയിലുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് വെത്തിക്കാൻ രേഖ മാത്രമാണ് ശരിയെന്ന് പറയാൻ പറ്റുമോ? സെക്കൻഡ് വെത്തിക്കാൻ രേഖ അനുസരിച്ച് ഇതിനൊക്കെ വലിയ തെറ്റും കടന്നുകൂടിയിട്ടുണ്ട്. അതൊരു പക്ഷേ കേരളത്തിലെ വിവാദമായ ഉദയംപേരൂർ സൂനകദോസിൽ പറ്റിയ പോലെ ആയിരിക്കാം. ഉദയംപേരൂർ സൂനകദോസിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച വിഷയങ്ങൾ കൂടാതെ സൂനകദോസ് പിരിഞ്ഞ ശേഷം മറ്റു പലതും എഴുതി വെച്ചു നടപ്പിലാക്കി എന്ന ആരോപണമുണ്ട്. അതുപോലെ സെക്കൻഡ് വെത്തിക്കാൻ കൗൺസിലിന് ശേഷം പലരും തിരികെ കയറ്റിയ രേഖകളും ഉണ്ടാകാം, ഒത്തിരിയേറെ അട്ടിമറികൾ നടന്നിട്ടുണ്ടാകാം. ഇനി ഈ അച്ഛൻ പറഞ്ഞതിന്റെ ബാക്കിയൂടെ ഒന്ന് കേട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പ 12 കൊല്ലക്കാലമാണ് സഭയെ ഭരിച്ചത്. ആ 12 കൊല്ലക്കാലത്തിനിടയിൽ 14 അറേബ്യൻ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ പോയി സന്ദർശിക്കുകയും അൽ-ഹസർ എന്ന ഈജിപ്തിലെ യൂണിവേഴ്സിറ്റിയിൽ പോവുകയും 2-3 മോസ്കുകളിൽ പേര് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങേക്ക് പോകാമെങ്കിൽ എനിക്ക് പോയിക്കൂടെ? സഭയുടെ ഒരു സ്ഥലത്തും അങ്ങനെ പോകരുതെന്ന് പറഞ്ഞതായിട്ട് എനിക്ക് അറിയില്ല. മാർപ്പാപ്പ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് നമുക്കും ചെയ്യാം എന്നൊക്കെ അച്ഛൻ ന്യായീകരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റുകാരുടെ ലിസ്റ്റിൽ അച്ഛന്മാർ മാത്രമല്ല മെത്രാന്മാരും മാർപ്പാപ്പമാരും ഒറ്റുകാരായിട്ടുണ്ട്. സഭയെ ദൈവം കൈവിട്ടു എന്ന് സംശയിക്കാവുന്ന കാലങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ആ മാർപ്പാപ്പ പറഞ്ഞാണ് ശരിയെന്ന് ബോധ്യമുണ്ടെങ്കിൽ എന്തിനച്ഛൻ ഈ സഭയിൽ നിൽക്കണം? വിശ്വാസിക്ക് അവിശ്വാസികളോട് എന്ത് ബന്ധം? ചെന്നായിക്ക് കുഞ്ഞാടുമായി എന്തു ബന്ധം? അന്ധകാരത്തിന് പ്രകാശവുമായി എന്തു ബന്ധം എന്ന വചനങ്ങളൊക്കെ കുർബാനയ്ക്കിടെ വായിക്കുന്ന അച്ഛൻ തന്നെ അവിടെ ശരിയാണ്, അവിടെ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് ഒരു വിശ്വാസി പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. ഇപ്പം പ്രജകളുടെ രാജ്യത്തെ പ്രജകളുടെ ലെവലിലല്ലല്ലോ സൈനികരുടെ സ്ഥാനത്തല്ലേ പുരോഹിതര്. സൈനികർ വിശ്വാസി സമൂഹത്തിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടിയും പോരാടേണ്ടവരല്ലേ? ഈ അച്ഛൻ കത്തോലിക്ക വിശ്വാസത്തിന് വേണ്ടിയും വിശ്വാസികൾക്ക് വേണ്ടിയും ആത്മീയമായും ആശയപരമായി പോരാട്ടം നടത്തേണ്ട സൈന്യത്തിൽപ്പെട്ട ആളല്ലേ? തിരിച്ചറിവില്ലാത്ത ഒരച്ഛൻ സ്വന്തം രാജ്യത്തിന്റെ സൈന്യത്തിലാണോ ശത്രു സൈന്യത്തിലാണോ എന്ന് തിരിച്ചറിവില്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാണ് യുദ്ധം ചെയ്യുക? തന്റെ സൈന്യം ഏതെന്ന് തിരിച്ചറിയാനാവാത്ത ഒരു സൈനികൻ ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്? എന്തൊരു ഗതികെട്ട സ്ഥിതിയാണ്. ഇതുപോലെയുള്ള നിരവധി പേര് കത്തോലിക്ക സഭയെ നശിപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. പുറമേ നിന്ന് സഭയെ നശിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം സഭയ്ക്കുള്ളിൽ നിന്ന് സഭയെ നശിപ്പിക്കുകയാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തിട്ടുണ്ട്. അവർ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വളർത്തിയ കുട്ടികളെ സെമിനാരിയിൽ ചേർത്ത് ഫീസ് കൊടുത്ത് പഠിപ്പിച്ച് പുരോഹിതരാക്കുകയും മെത്രാന്മാരാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ശാലോം പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങൾ പോലും ഉണ്ടല്ലോ, ചാരപ്രവർത്തനം സഭയിൽ ചെയ്യുന്നതിനെക്കുറിച്ച്. ഇന്ന് തീവ്ര ഇസ്ലാമിസ്റ്റുകളിലെ പണം വാങ്ങി, തെളിവുണ്ടതിനൊക്കെ പണം വാങ്ങി സഭയ്ക്കെതിരെ സമരം നടത്തുന്ന ഗാങ്ങിൽപ്പെട്ട ഈ അച്ഛൻ
ഇങ്ങനെ പറയുന്നില്ലെങ്കിൽ അതിശയമുള്ളൂ. വത്തിക്കാനിൽ മാർപ്പാപ്പയ്ക്ക് താഴത്തെ പിതാവ് കൊടുത്ത പരാതിയിലുണ്ട് ഇസ്ലാം ഭീകരരുടെ പണം വാങ്ങി സഭയ്ക്കെതിരെ സംഘടിതമായി പ്രവർത്തനം നടത്തുന്നതിനെക്കുറിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. തെളിവില്ലാതെയാണ് പരാതി കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി സാഹചര്യങ്ങൾ സഭയ്ക്കുള്ളിൽ ഉള്ളതുകൊണ്ട് വത്തിക്കാൻ രേഖകളിലും സഭയുടെ സുപ്രധാന രേഖകളിലും ഇതുപോലെ ഇസ്ലാമിൻ്റെ ഈസ ശരിയാണെന്ന് ന്യായീകരിക്കാൻ രീതിയിൽ ഇസ്ലാം പുസ്തകവും ശരിയാണെന്നും ന്യായീകരിക്കാൻ തക്ക വിധത്തിലുള്ള പല രേഖകളും വന്നിട്ടുണ്ട്, പല എഴുത്തുകളും വന്നിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അതിന് പിന്നിൽ നടന്ന ചതികളെക്കുറിച്ച് കത്തോലിക്ക വിശ്വാസികൾ ജാഗരൂകരായിരിക്കുക, തിരിച്ചറിവുണ്ടാവുക എന്നുള്ളൂ. അതാണോ ശരി? വത്തിക്കാൻ രേഖയിലുള്ളതിനാൽ അതാണോ ശരി എന്ന് ശങ്കിക്കേണ്ടതല്ല. ഈ ചതിപ്രയോഗങ്ങളുടെ ആഴം എത്ര വലുതായിരുന്നു എന്ന് തിരിച്ചറിയുക മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ ഈ വിഷയത്തിൽ സംവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 3-4 വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അതിൽ സെർച്ച് ചെയ്ത് കാണണം എന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് കമൻറ്റ് ചെയ്യണം. ഞാൻ മറുപടി തരാം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.